ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഫ്രീ ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. ചെയിൻ സ്റ്റിച്ച് ആണ് കേട്ടോ പഠിക്കുന്നത്. അപ്പൊ അതിന് ഞാനിവിടെ ഗോൾഡൻ കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ത്രെഡിന്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 14.05 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ രണ്ട് നീഡിലാണ് വാങ്ങാൻ പറഞ്ഞിട്ടുള്ളത്, 24ഉം 14.05ഉം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 14.05 ആണ്. മറ്റേത് നമ്മൾ ബീഡ്സ് ഒക്കെ ചെയ്യാനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ചില ബീഡ്സ് ഇതിൽ കയറുന്നതുകൊണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യും. പിന്നെ നിങ്ങൾ സ്റ്റാൻഡ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും ചിലര്. അപ്പൊ സ്റ്റാൻഡിന്റെ റിങ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഈ ഒരു ത്രെഡ് ഇതുപോലെ പിടിക്കണം. നമ്മൾ ഈ ഒരു കെട്ടിട്ട ഭാഗം ഈ തള്ളവിരലിന്റെയും ഈ ഒരു ചൂണ്ടുവിരലിന്റെ ഇപ്പുറത്തുള്ള വിരലിന്റെയും കൂടെ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ ഈ ഒരു ചൂണ്ടുവിരലിനെ ചുറ്റിയിട്ട് ആ മറ്റേ ഭാഗവും ഇതിന്റെ ഇടയ്ക്ക്, എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊളത്തിയെടുക്കുകയാണ് ചെയ്യുക. അത് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ. സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ ഇത് നമ്മുടെ റിങ്ങിന്റെ അടിയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലൈനുമേ എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ നീഡിൽ കുത്തി. അപ്പൊ നമ്മള് പൊതുവെ നീഡിൽ കുത്തിയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹോള് വീഴും. അത് ഈ ഒരു നീഡിൽ കുത്തി എടുക്കുമ്പോൾ ഒരു ഹോള് പൊതുവെ വീഴും. ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു ത്രെഡ് വലിച്ചെടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു തുണിയുടെ പിന്നെ ത്രെഡ്മലാണ് കുടുങ്ങിയിട്ട് കീറി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഹോള് ആ ഒരു ഇങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ നീഡിൽ മെല്ലെ തിരിച്ചിട്ടാണ് ത്രെഡ് വലിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു ലൈനിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ആദ്യം കുത്തി അതിനുശേഷം ഇതുപോലെ വെച്ചു കൊടുക്കാം. ത്രെഡ് ഇതുപോലെ വെച്ചു കൊടുക്കുക. അറ്റത്ത് കുറച്ച് നല്ല രീതിയിൽ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് കൊളത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊളത്താൻ വേണ്ടി വെച്ച് അതിനുശേഷം ഫ്രണ്ട് ഭാഗത്ത് നീഡിലൊന്ന് തിരിച്ച് എന്നിട്ടാണ് ഇത് പൊക്കിയെടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ചെയിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ അടുത്ത ചെയിൻ. ഓക്കെ, ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ തന്നെ വീണ്ടും നമ്മള് ചെയിന് നീഡിൽ കുത്തി താഴ്ത്തി കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ഒരു ചെയിൻ ഇതുപോലെ ചുറ്റി കൊടുക്കുക. നീഡിലിനെ ഈ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതുപോലെ ചുറ്റിയതിന് ശേഷം വീണ്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു നീഡിലിനെ തിരിച്ചിട്ട് മെല്ലെ പൊന്തിച്ചു കൊടുക്കുക. ഓക്കെ, അടുത്ത ചെയിൻ കിട്ടി. ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ചെയിൻ ആക്കിയിട്ട് തന്നെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെറിയ ചെറിയ ചെയിൻ ആക്കിയിട്ട് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ പ്രാക്ടീസിന് എന്ത് ചെയ്യുക, വലിയ ചെയിൻ എടുത്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആ ചെയിൻ റെഡി ആയതിനു ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ചെറിയ ചെയിൻ ആക്കിയിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. വീണ്ടും ഞാനിതാ ഈ ഒരു ചെയിനിന്റെ ഉള്ളിലേക്ക് കുത്തി ഇതിനെ ചുറ്റി കൊടുത്തു. അതുപോലെ ചുറ്റി നിർത്തിയതിന് ശേഷം ഫ്രണ്ട് ഭാഗത്ത് നീഡിലെ തിരിച്ച് പൊക്കിയെടുത്തു. നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കണ്ട് കുത്തി കൊടുക്കുമ്പോൾ നമ്മളെ നീഡിലിന്റെ കുളത്ത് ആ സൈഡിലേക്കാണ്, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, നമ്മൾ ഇരിക്കണതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരുന്നത്. പിന്നെ നമ്മള് ഇതുപോലെ ചുറ്റി കൊടുത്തു. അതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ നീഡിൽ തിരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ കുത്തി കൊടുത്തു, അതിന് ശേഷം ഇതുപോലെ ചുറ്റി കൊടുത്തു. അതിനുശേഷം നമ്മൾ ത്രെഡ് എടുക്കുമ്പോൾ നീഡിൽ നമ്മളെ സൈഡിലേക്കാണ് കുളത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് എടുക്കുക. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. വീണ്ടും ഞാൻ കുത്തി അതിനുശേഷം കൊളത്തി കൊടുത്തു. എന്നിട്ട് ഒന്ന് തിരിച്ചതിന് ശേഷം എടുക്കാം. വീണ്ടും കുത്തി കൊടുത്തു, ഇത് ചുറ്റി കൊടുത്തു. അതിന് ശേഷം ഈ നീഡിലിനെ ഞാനൊന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൊക്കിയെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റിൽ ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് നോക്കിയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് പ്രാക്ടീസ് ആയാലും ഓട്ടോമാറ്റിക് ആയിട്ട് കൊളത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഞാനിവിടെ ലാസ്റ്റ് കെട്ടിട്ട് കൊടുക്കേണ്ടത് ശരിക്കും എൻഡിനോട്ട് നമ്മൾ ഫസ്റ്റ് പെയ്ഡ് ക്ലാസ്സിൽ ഒരു ക്ലാസ് ആയിട്ട് തന്നെയാണ് എൻഡിനോട്ട് പഠിക്കുന്നത്. ഒരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ എൻഡിനോട്ട് പഠിക്കുന്നത്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിടുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെയല്ല നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. വേറൊരു മെത്തേഡാണ് ഇതിൽ. ഈ ഒരു ആര്യ വർക്കിലും എൻഡിനോട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു മെത്തേഡായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ
അത് നമ്മുടെ പെയ്ഡഡ് ക്ലാസ്സിലാണ് കേട്ടോ വരുന്നത്. ഇതിൽ നിങ്ങൾ കെട്ടുകേണ്ടത് ഇതുപോലെ ഈ ഒരു ലാസ്റ്റത്തെ ചെയിന് കെട്ടിടാനുള്ള ചെയിന് ഇതുപോലെ നന്നായിട്ട് കുറച്ച് വലുതാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, ചെയ്ത സ്റ്റിച്ചിന്റെ അടുത്തേക്ക് കുത്തിയിട്ട് നമ്മളെ ഈ ഒരു സ്റ്റിച്ചിനെ നമ്മൾ അടിയിലേക്ക് കൊണ്ടുവരണം. ഈ വലുതാക്കി എടുത്തതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് അടിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പൊ അത് അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് രണ്ടും കൂടിയിട്ട് നോർമലി നമ്മൾ രണ്ടും കൂടിയിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ശരിക്കും നമ്മള് ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു എൻഡ് നോട്ടല്ല ആര്യ വർക്കിൽ ചെയ്യുക, വേറൊരു ടൈപ്പാണ്. അത് നമ്മളെ പെയ്ഡഡ് ക്ലാസ്സിലാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് വേണം ഈ ഒരു ഫസ്റ്റ് തന്നെ ഈ ഒരു ത്രെഡ്, ഇവിടെ നിൽക്കുന്ന ത്രെഡും കട്ട് ചെയ്ത് കളയരുത്. ഈ ഒരു 3 ത്രെഡും അതിനുശേഷം നമ്മൾ കെട്ടിട്ടതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ കേട്ടോ. ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയരുത്, അപ്പൊ അത് ലൂസായി പോവാൻ ചാൻസ് ഉണ്ട്. വീണ്ടും നമ്മളിത് കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ജിഗ്സാഗ് പോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഈ കോൺ ഭാഗങ്ങളിൽ വരുമ്പോ ഒരു മെത്തേഡ് കൂടി നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റില് ആ ലൈനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ വലുതാക്കിയിട്ടാണ് ചെയ്യുന്നത്, ശരിക്കും നിങ്ങൾ ചെറുതാക്കിയിട്ട് തന്നെ ചെയിൻ എടുത്ത് ചെയ്യണം കേട്ടോ.